ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. എയിംസിൻ്റെ കോമൺ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, ഫീസ് എങ്ങനെയാണ്, എന്തൊക്കെ വേക്കൻസി ഉള്ളത്, സാലറി എത്രയാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു PDF എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എയിംസിൻ്റെ കോമൺ റിക്രൂട്ട്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുണ്ട് കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ. അത് എന്ന് വന്ന 7/1 വന്നതാണ്. ആക്ച്വലി തീരാറായി. അതിൻ്റെ 31 വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ അത് ഫോർ എയിംസ്, അതർ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡീസ്. അതായത് എയിംസ് കൂടാതെ ഞാൻ പറഞ്ഞത് ESA ഉണ്ട് അതിനകത്ത്. കുറച്ച് നമുക്കതിനകത്ത് നോക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരൊറ്റ റിക്രൂട്ട്മെൻറ്റിൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവരാണത് കണ്ടക്ട് ചെയ്യുന്നത്. അത് കോമൺ റിക്രൂട്ട്മെൻറ്റ് എന്ന രീതിയിലാണ്. എയിംസിലോട്ടുണ്ട്, പിന്നെ അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോഡീസിലോട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 ജനുവരി 2025 5 PM ഇതിൻ്റെ ക്ലോസിംഗ് ടൈം വരുന്നത്. അപ്പോൾ 7/1 തുടങ്ങിയെന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റിയ വേക്കൻസീസ് എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനകത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വൈകിട്ടില്ല, നിങ്ങൾക്കത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്കത് 31 വരെ അത് ആപ്ലിക്കേഷൻ കോമൺ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫെബ്രുവരി 12 തൊട്ട് 14 വരെ നിങ്ങൾക്ക് അതിന് കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സാം അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് തന്നെയാണ് എക്സാം വരുന്നത്. 26 to 28 അവരുടെ എക്സാം ഡേറ്റ് വരെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇതിലൊക്കെ ഉള്ള വേക്കൻസിയാണ്. എയിംസിൻ്റെ വിവിധ സ്റ്റേറ്റിൽ ഉണ്ട്. ഭുവനേശ്വർ, ബിബി നഗർ, ബത്തിൻഡ, അങ്ങനെ നോർത്ത്, പിന്നെ സൗത്ത്, അങ്ങനെയാണ് നോർത്ത് സൗത്ത് അങ്ങനെയാണ് എയിംസിൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടും. കൂടാതെ വരുന്നത് ESAയുടെ നോർത്ത്, സൗത്ത്, ESAയുടെ എല്ലാ വേക്കൻസി വരുന്നുണ്ട്. നോർത്ത് സൗത്ത് എല്ലാ റീജിയനിലോട്ടും വേക്കൻസി വരുന്നുണ്ട്. പിന്നെ കൂടാതെ എയിംസിൻ്റെ തന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതിലോട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലൊക്കെ വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് സയൻസ് റിപ്പാൻസ്, അതുപോലെ റിംസ്, വർദ്ധമൻ മഹാവീർ മെഡിക്കൽ കോളേജ്, റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെൻറ്റർ, ഇത്രയും സ്ഥലത്തോട്ടാണ് വേക്കൻസി. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഈ പറയുന്ന 28 ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഇത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിലെ കൺസെഷനൊക്കെ പറയുന്നുണ്ട് അവർ. SC ST 5 year ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. OBC 3 year, PWD 10 year, എക്സ് സർവീസ്മാന് ഇതുപോലെ തന്നെ ലെങ്ത് ഓഫ് മിലിറ്ററി സർവീസ് പ്ലസ് 3 year ആണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ B ഗ്രൂപ്പ് ആണെങ്കിൽ 5 year, C ഗ്രൂപ്പ് ആണെങ്കിൽ അപ് ടു 40 ഏജ്. അതുപോലെ തന്നെ അതിൽ ജനറൽ വരുന്നവരാണ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 years, OBC ആണെങ്കിൽ 43 ഏജ്, SC ST ആണെങ്കിൽ 45 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ
വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിഫൻസ് അങ്ങനെ ഒരുപാട് ഏജ് ക്ലാസിഫിക്കേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എത്ര ഏജ് വരെ അപ്ലൈ ചെയ്യാന്നുള്ള, ഏജ് റിലാക്സേഷൻ എത്ര എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫീസാണ് പറഞ്ഞിരിക്കുന്നത്. ഫീസെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫീസെന്ന് പറയുന്നത് ജനറൽ ആൻഡ് ഒ ബി സി കാറ്റഗറീസിലുള്ള ആളുകൾക്ക് 3000 റുപ്പീസാണ് അതിൻ്റെ ചാർജ് വരുന്നത്. SC ST ആണ്. SC ST EWS ആണെങ്കിൽ 2400 റുപ്പീസും. പിന്നെ ഡിസബിലിറ്റീസുള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് ക്യാഷ് ഒന്നും, രജിസ്ട്രേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ എക്സാം നമ്മൾ നേരത്തെ പറഞ്ഞ 26 to 28 എക്സാം അവർ പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡൊക്കെ അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അനൗൺസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ലോഗിൻ ID പാസ്വേഡ് കാണുമല്ലോ, അപ്പോൾ അതിലോട്ട് അയച്ചു തരും. പിന്നെ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് വരുന്നത്. നമ്മൾ ഓൺലൈനായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നത് എവിടെ അപ്ലൈ ചെയ്താലും അവർക്കൊരു സെൻറ്റർ വരും, അവിടെ പോയിട്ടാണ് എക്സാം. അത് ഓൺലൈൻ എക്സാമാണ്. നമ്മൾ ഓൺലൈനിൽ 90 മിനിറ്റ്സാണ് എക്സാം കാണിക്കുന്നത്. 100 മാർക്കിൻ്റെ, അതായത് 400 മാർക്കിൽ 100 മാർക്കിൽ 100 മാർക്കിൻ്റെ 1 സെക്കൻഡ്, അതായത് 400 മാർക്കിൻ്റെ 100 അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. 100 MRQs ഓഫ് 400 മാർക്ക് വിത്ത് 4 ഓൾട്ടർനേറ്റീവ് ഈച്ച് ക്വസ്റ്റ്യൻ. അതായത് ഓൾട്ടർനേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ വരും, എന്നിട്ട് 100 മാർക്കാണ് അവർ പറയുന്നത്. ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. പിന്നെ 25, അതായത് ഇപ്പോൾ ഇതിനകത്ത് UDC LDC അങ്ങനെ നമ്മുടെ കൂടാതെ പാരാമെഡിക്കലായിട്ടുള്ള പ്രൊഫഷണൽ, അത് മെഡിക്കൽ ഫീൽഡിൽ പാരാമെഡിക്കൽ എന്താണെന്ന് എടുത്തു വരേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള കുറേ വേക്കൻസിയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 25 മാർക്കെന്ന് പറയുന്നത് ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങൾ. 75 എന്ന് പറയുന്നത് കോഴ്സ് റിലേറ്റഡ്, അത് സിലബസ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ടോട്ടൽ 75 പ്ലസ് 25 100 മാർക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കോഴ്സ് നമ്മുടെ വേക്കൻസിക്ക് അനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കിൻ്റെ നെഗറ്റീവ് മാർക്ക് വന്ന 1/4 അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ്റെ തന്നെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. എക്സാം വരുന്നത് ലാംഗ്വേജ് ബൈലിംഗൽ, അങ്ങനെ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് കാറ്റഗറീസൊക്കെ വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുന്നുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കോമൺ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് മാൻ വരുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ, മാനിഫോൾഡ് ടെക്നീഷ്യൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, CSST, ഇതെല്ലാം പാരാമെഡിക്കലായിട്ടുള്ള വേക്കൻസീസാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 66 വേക്കൻസീസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോ ക്വാളിഫിക്കേഷൻ വൈസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേണ്ടത്, എങ്ങോട്ടേക്കാണ് വേക്കൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യന് എവിടെയാണ് വേക്കൻസി, എയിംസിൽ. അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ തന്നെ കുറേ വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ ഇതിലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡയറ്റീഷ്യൻ തന്നെ അങ്ങനെ ഓരോരോ ഇത് പാരാമെഡിക്കൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കണ്ടോ. നമ്മൾ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടുതൽ എയിംസിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ESIയുടെയും വേക്കൻസി ഉണ്ട് കേട്ടോ. ESIയുടെ താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഫുള്ളും നിങ്ങൾക്ക് അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാതെ ബാക്കി ഇതുപോലെ തന്നെ ഡിഗ്രി, +2 അങ്ങനെ 10th, പിന്നെ സ്റ്റെനോഗ്രാഫർ അങ്ങനെയൊക്കെ പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അങ്ങനത്തെ കോഴ്സൊക്കെ ചെയ്തവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരുപാട് വേക്കൻസി ഉണ്ട് കേട്ടോ. നമ്മുടെ 68 വേക്കൻസി ഉണ്ടെങ്കിൽ അവരത് കാറ്റഗറി ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതൊക്കെ നോർത്താണ് നമ്മൾ വരുന്നത്. എയിംസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ESIയിൽ ഞാനൊരു ESI സ്റ്റാഫ്. അപ്പോൾ നമുക്ക് ESIയിൽ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട്, അത്യാവശ്യം സാലറി ഉണ്ട്. പിന്നെ നമുക്ക് സൗത്തിലും വേക്കൻസി ഉണ്ട്, കേരളത്തിലൊക്കെ വേക്കൻസി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പക്ഷേ ചെയ്യുന്ന വെച്ചാൽ ഒരു കോമൺ റിക്രൂട്ട്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നല്ല സാലറിയോട് കൂടിയ ജോബ് ആണ്. അതിൻ്റെ ഓരോ പേ സ്കെയിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് ഞാൻ ഒരു മെഡിക്കൽ റെക്കോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് എക്സാം എഴുതിയപ്പോഴത്തേക്കും ഇത് കോമൺ ടെസ്റ്റൊന്നും ഇല്ലായിരുന്നു, ESIC സെപ്പറേറ്റ് വിളിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് എങ്ങനെയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യാം, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെഡിക്കൽ റെക്കോർഡ് വേക്കൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ കോഴ്സ് പാസ്സായപ്പോൾ എനിക്ക് ആ ഒരു ജോലി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട്, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേക്കൻസീൻ്റെ ലിസ്റ്റും താഴെ നമുക്ക് ഫോണിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേക്കൻസി എത്ര ഉണ്ടെന്നുള്ളത് അതാണ് ഞാൻ നോക്കുന്നത്. താഴത്തോട്ടാണ് ഓക്കെ. ഇതാണ് ആ വേക്കൻസീസിൻ്റെ വന്നിരിക്കുന്നത് കണ്ടോ, എത്ര വേക്കൻസി ഉണ്ടെന്ന്. നിങ്ങളിപ്പം എയിംസ് വരെ പോയില്ലെങ്കിലും വേണ്ട, കോമൺ ആയിരിക്കും. പക്ഷേ ആ റാങ്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഇന്ന സ്ഥലത്തോട്ടൊക്കെ അവരിടുന്നത്. അപ്പം എന്താ പറയുക, ഇതാണ് ഒരു വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനിയും വൈകിട്ടില്ല, ഇതിപ്പം ലേറ്റായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് 31 വരെ അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം സൗത്ത് സൈഡ് തന്നെ വേണമെന്നുള്ള ആൾക്കാർക്കില്ല. ഇപ്പം ഞാൻ ESIയുടെ ഇത് സജഷൻ പറയണേ, ESIയിൽ നോർത്ത് പോയിട്ട് പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്ഫറൊക്കെ എടുത്ത് സൗത്തിലോട്ടൊക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് കോമൺ ടെസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെ അതിൻ്റെ റാങ്കും കാര്യങ്ങളും വന്നിട്ട് അവർ തന്നെയാണോ റിക്രൂട്ട് ചെയ്യുന്നതെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത്ര ഉള്ളു വീഡിയോയിൽ. അപ്പോൾ ഇനി വൈകിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. ഓക്കെ, ബൈ.